അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് നമുക്കിന്ന് കാണാം കേട്ടോ. നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും അതേപോലെ നമുക്ക് ഒരു വട്ടമെങ്കിലും ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ കാരണം അത് ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ഒരു എഫക്റ്റ് ഒരു വട്ടമെങ്കിലും ഒന്ന് അറിയാനായിട്ടൊന്ന് ഉപയോഗിക്കും. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും അത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു വട്ടമെങ്കിലും കിട്ടുവാണോ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആട്ടോ. യെല്ലോ കളറിലുള്ള കസ്തൂരി മഞ്ഞൾ ഔട്ടോ മിക്ക ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടോ. ഞാനും ഇത്രയും കാലം അതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാനും അതേപോലെ തന്നെ അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നിങ്ങളെ കാണിച്ചു തരാനൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇട്ട വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കസ്തൂരി മഞ്ഞൾ. അത് പച്ചയ്ക്ക് നമ്മൾ പറിച്ചിട്ട് അരച്ച് തേക്കുന്നതായിരുന്നു കാണിച്ചു തന്നത്. ഈ പ്രാവശ്യം ഞാനത് പറിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്കത് എന്നുണ്ടാകുന്ന വല്ലപ്പോഴേക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, കാരണം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് എനിക്കൊന്ന് ഒത്തിരി അവൈലബിൾ ആകുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക. അതിൽ ഇതിൻ്റെ തൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ തൈയൊക്കെ ഒന്ന് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലൊക്കെ നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഇതേ നമ്മുടെ പൊടിച്ച് ഞാൻ തന്നെ ഇവിടെ പൊടിച്ചതാണേ. ഉണ്ടോ, ഇതാണേ. അത് ബൗളിനകത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇത് പറിച്ചപ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു. ഇവിടെ എല്ലാം മഞ്ഞളുടെ മണമായിരുന്നു, അത്ര മണമാണ്. ഇപ്പം ഞാൻ കുറച്ച് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം 1/2 സ്പൂണോളം അവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് തൈരിനകത്തോ പാലിനകത്തോ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ തൈരിനകത്തോട്ടോ ഇത് മിക്സ് ചെയ്യുന്നത്. അടുത്തത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈര് എടുക്കാം കേട്ടോ. ഞാൻ 1 സ്പൂൺ തൈരോളം ഇതിനകത്തേക്ക് ഒഴിച്ചു. കുറച്ചുകൂടെ വേണ്ടി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒഴിച്ച് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഫേസൊക്കെ വാഷ് ചെയ്താലും ആ മണം ഉണ്ടാവും. ഇതേലും ഇത് ഈ വേർപ്പിൻ്റെ മണമുള്ളവർക്കൊക്കെ ഇത് തേച്ച് കുളിക്കാമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ പച്ചയ്ക്ക് അരച്ച് ദേഹത്തൊക്കെ തേച്ച് കുളിക്കുക. അതുപോലെ ഇതിൻ്റെ യാതൊരു മഞ്ഞ കളറും നമ്മളിതിപ്പോൾ ഡ്രസ്സിലായാലോ നമ്മുടെ ഫേസിലിപ്പോൾ ആയാലും ഒന്നും യാതൊരു മഞ്ഞ കളറും ഉണ്ടാവത്തില്ല കേട്ടോ. സാധാരണ നമ്മൾ മഞ്ഞളൊക്കെ ഭയങ്കര സൂക്ഷിക്കുക. നമ്മൾ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കളർ വേണ്ട. ഫേസിലാണെങ്കിലും വാഷ് ചെയ്താൽ ആ ഒരു ടിൻ്റ് ഉണ്ടാവും അല്ലേ, മഞ്ഞ ഷെയ്ഡ് ഉണ്ടാവും. ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തു. നമുക്ക് നന്നായിട്ട് വലിയാനായിട്ട് വയ്ക്കുക കേട്ടോ. നമുക്ക് ഈ മുഖത്ത് പാടുകൾ വരുന്നതിനും കറുത്ത കുത്തുകൾ വരുന്നതിനും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഒക്കെ അടിപൊളിയാട്ടോ ഇത്. പക്ഷെ ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുള്ളൂ. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഇത് വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പൊടിയൊക്കെ അവരുടെ വീട്ടിലൊക്കെ ഉണക്കി പൊടിച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫേസിൽ വെച്ചിട്ട് വലിയിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അത് വേട്ടോ ഈ വെള്ള കളറിലെ ടൗലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കളർ പിടിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ. ഉണ്ടോ, റിസൾട്ട് കണ്ടോ നിങ്ങൾ? ഉണ്ടോ, ഇതിനകത്ത് കണ്ടോ ഒട്ടും തന്നെ കളറായിട്ടില്ല. ഉണ്ടോ, ഒരു ലൈറ്റായിട്ട് ഇത് നമ്മൾ വാഷ് ചെയ്താൽ പോവുകയും ചെയ്യും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമുക്ക് സാധാരണ മഞ്ഞൾ നമുക്ക് ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഫേസിൽ വയ്ക്കുമ്പോൾ ഒരു പുകച്ചിലും നീറ്റിലൊക്കെ ഉണ്ടാവില്ലേ. ഇത് പുകച്ചിലും നീറ്റിലും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു നമുക്ക് കർപ്പൂരം അല്ലെങ്കിൽ നമ്മളെന്താ പറയുക വിക്സൊക്കെ നമുക്ക് തേച്ച് ചെയ്യുമ്പോൾ ഈ കാറ്റടിച്ചുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഫക്റ്റാണ്. ഫേസ് ഞാൻ നന്നായി ക്ലീൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് എവിടുന്നേലൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. ഇനി ഇങ്ങനെ വെള്ള കളർ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ചെറിയ മഞ്ഞ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ലേശം ഒരു അല്പം മാത്രം ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ തേക്കാം.